Hi dear students, our next chapter process costing. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ചാപ്റ്റർ പറയാനുള്ളത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് ഇത് പ്രോസസ് കോസ്റ്റിംഗ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ദ വൺ ഓഫ് ദി ബേസിക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് വെർ ദ പ്രൊഡക്ട്സ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ ബിഫോർ ഇറ്റ് ബിക്കംസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. Process costing is a method of costing which is used to ascertain the cost of each stage of production. എന്താണ് പറയുന്നത്, അതായത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽക്ക് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെ, നമ്മൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട് അല്ലേ. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽക്ക് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റേജസ് വരുന്ന, ഒരുപാട് പ്രോസസ്സ് വരുന്ന ഇൻഡസ്ട്രീസിലാണ് മെയിനായിട്ടും ഈ പ്രോസസ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതാണ് നമ്മളിവിടെ പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് പ്രോസസ്സ്, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽക്ക് അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത് വരെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതിലൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. According to Kohler, process costing is a method of costing whereby costs are charged to process or operations and average over units produced. അതാണ് ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്, അത് പഠിക്കുക. ദെൻ thus process costing refers to costing of operations or process involved in converting raw materials into finished products. അതായത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, അതാണ് പറയുന്നത്. ഇൻ ഷോർട്ട്, അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് ഓരോ സ്റ്റേജ്, ഈച്ച് സ്റ്റേജസ് ഓഫ് പ്രോസസ്സ്, അതിൽ വരുന്ന ഓരോ സ്റ്റേജിലും വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then at the end of the process the cost per unit is determined by dividing the total cost by the number of units produced at the each stage. എന്താണ് അതിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാൻ അത് ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഓരോ സ്റ്റേജിൻ്റെയും ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് കാണുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കാണുന്നത്, ഡിവൈഡിങ് ദ ടോട്ടൽ കോസ്റ്റ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. ഓരോ സ്റ്റേജിനും വരുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ് അവിടെ കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് വൈ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിങ്ങിനെ ആവറേജ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ. ഇതിന് നമ്മൾ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കണ്ടിന്യൂസ് പ്രൊഡക്ഷനിലാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ആവറേജ് കോസ്റ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് കോസ്റ്റിംഗ്. ആവറേജ് കോസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്, അതുപോലെ കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നും കൂടെ പറയുന്നുണ്ട് ഇതിനെ, പ്രോസസ് കോസ്റ്റിങ്ങിന്. അപ്പോൾ ഇതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ഇൻഡസ്ട്രീസ് വെർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതായത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡസ്ട്രീസിലാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഡസ്ട്രീസിലാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രൊഡക്ട്സ് പാസസ് ത്രൂ 2 or more ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ് ഫോർ കംപ്ലീഷൻ. ഈച്ച് പ്രോസസ് ഈസ് കോസ്റ്റ് യൂണിറ്റ്. എന്താണ്, ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടിൽ കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് പ്രോസസ് ഈസ് എ കോസ്റ്റ് യൂണിറ്റ്. അതിൽ ഓരോ പ്രോസസ്സിനും നമ്മൾ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ,
പ്രൊഡക്ട്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹോമോജീനിയസ്. പ്രൊഡക്ട്സ് എങ്ങനെയാണ്? അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും, അതുപോലെ ഹോമോജീനിയസ് പ്രൊഡക്ട്സും ആയിരിക്കും ഉള്ളത്. അപ്പം ഇതാണ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, പ്രോഡക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ പ്രോസസ്സിംഗ് സ്റ്റേജ്. എന്നാണ് അവിടെ പ്രോസസ്സിംഗ് സ്റ്റേജിൽ പ്രൊഡക്ട്സിനെ നമ്മളോട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ഫോർ ഈച്ച് പ്രോസസ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ്. അത് എന്താ പറയുന്നത്? ഓരോ പ്രോസസ്സിലും, അതായത് നമ്മൾ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാൻ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഓരോ പ്രോസസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ the cost is transferred from one process to another process along with its products. എന്താ അവിടെ പറഞ്ഞത്? അവിടെ പ്രോസസ്സിന് ഫസ്റ്റിലുള്ള പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്ന ഇതും സെക്കൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഔട്ട്പുട്ടോട് കൂടി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന പ്രോസസ് കോസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എന്തുകൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതിൻ്റെ കൂടെ അതിലെ ഔട്ട്പുട്ടോട് കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, the cost is transferred from one process to another process. ഒരു പ്രോസസ്സിൽ വരുന്ന കോസ്റ്റ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് along with its output. അതിൻ്റെ ഔട്ട്പുട്ടോട് കൂടിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then seventh one, the finished products of one process become the raw materials of the subsequent process. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലിപ്പോൾ മെയിനായിട്ട് 4 പ്രോസസ്സാണ് ഉള്ളതെന്ന് വിചാരിക്കുക. 1, 2, 3, 4 അങ്ങനെ 4 പ്രോസസ്സിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 4 പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അതായത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടില്ല. ആ ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്രോസസ്സിൽ അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് പ്രോസസ്സിൻ്റെ കേസിൽ അത് അവരുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അവർക്ക് കിട്ടിയ ഔട്ട്പുട്ട് അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. ഇനി അത് എന്ത് ചെയ്യണം? സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി വർക്ക് അവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോസസ്സിലുള്ള വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിൽ വന്നിട്ടുള്ള ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അത് ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു റോ മെറ്റീരിയൽ ആർക്ക് ആവശ്യമാണ്? സെക്കൻഡ് പ്രോസസ്സിലേക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ അവരുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് ഉള്ളത്. സെക്കൻഡ് പ്രോസസ്സിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സെക്കൻഡ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയലാണത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. The finished product of one process becomes the raw material of the subsequent process. The output of the last process is transferred to the finished സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ചെയ്തു, അത് സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് അവരുടെ എന്താണ്? റോ മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് കിട്ടിയ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? അവർ തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ലാസ്റ്റ് വരുന്ന പ്രോസസ്സാണ് എന്ത്? ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്നതാണ് എന്ത്? ഫിനിഷ്ഡ് ഗുഡ്സ്. ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? അവരുടെ ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യും. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ അവരവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് 7th പോയിൻ്റായിട്ട് പറഞ്ഞത്. ഒന്നുമില്ല, എൻ്റെ മനസ്സിലാക്കണല്ലോ. ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അടുത്ത പ്രോസസ്സിലെ റോ മെറ്റീരിയൽ ആയിട്ടാണ് എടുക്കുന്നത്. ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് അവരെന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അവിടെ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയി. അതിനെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, the last one, cost of material, labor and overheads are collected for each process and charged accordingly. എന്താണ്? ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, അതുപോലെ ലേബർ, ദെൻ ഓവർഹെഡ്സ്, ഇതൊക്കെ കളക്ട് ചെയ്യും, ചാർജ് ചെയ്യും. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ അടുത്തായിട്ട് പറയാനുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫ് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെ ഇൻഡസ്ട്രീസിലും കാര്യങ്ങളിലാണ് മെയിനായിട്ടും ഈ പ്രോസസ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, വേർ പ്രൊഡക്ഷൻ ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ഉള്ള ഇൻഡസ്ട്രീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ വേർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് അണ്ടർടേക്കൺ ഓൺ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പ്രോസസ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. ദെൻ തേർഡ് വൺ, വേർ ഈസ് നോട്ട് പോസിബിൾ ടു ഡിസ്റ്റിങ്വിഷ് ദ പ്രൊഡക്റ്റ് ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് സ്റ്റേജിൽ
പ്രൊഡക്ട്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആണ്. ദെൻ വെൻ ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദി ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ ഉള്ളത് തന്നെയാണ്. അതായത് ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിലെ നെക്സ്റ്റ് പ്രോസസ്സിൽ ഇൻപുട്ട് ആവുന്ന കേസ്. അതായത് ഇൻപുട്ട് പറയുമ്പോൾ റോ മെറ്റീരിയൽ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിൽ ഇൻപുട്ടായി വരുന്ന സിറ്റുവേഷനിൽ ആ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ദെൻ when the output is uniform and all units are exactly identical during one or more processes. When output is uniform, output എന്താണ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്നത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യൂണിഫോം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ അടുത്തായിട്ട് പറയാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഇത് പഠിച്ചു വയ്ക്കുക കേട്ടോ, എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് കസ്റ്റമർ സ്പെസിഫിക് ഓർഡർ. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ എന്താണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷനാണ് എന്ത് ചെയ്യുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിൽ. അവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രോസസ്സിലൂടെയും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജോബ് കോസ്റ്റിങ്ങിൽ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ജോബ് കോസ്റ്റിങ്ങിൽ പറയുന്നത് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. ജോബ് കോസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കിന് വേണ്ടിയിട്ടില്ല, അതായത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. കസ്റ്റമറുടെ ഓർഡർ എന്താണോ അതിനനുസരിച്ച് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, സ്റ്റോക്കൊന്നുമില്ല. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ എന്താണ് പ്രൊഡക്ഷൻ ഈസ് ഫോർ സ്റ്റോക്ക്. അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ജോബ് കോസ്റ്റിങ്ങിൽ ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി അതർ. ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബും എന്ത് ചെയ്യാണ് മറ്റ് ജോബിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമായിട്ടുള്ളതാണ് ജോബ് കോസ്റ്റിങ്ങിൽ പറയുന്നത്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ എന്താണ് ഓൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഹോമോജീനിയസ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റും ഹോമോജീനിയസ് ആണ്, അതായത് ഒരേപോലുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. ദെൻ ജോബ് കോസ്റ്റിങ്ങിൽ ദർ ഈസ് നോ റെഗുലർ ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഫ്രം വൺ ജോബ് ടു അനദർ. എന്ത് ചെയ്യുന്നില്ല അവിടെ കോസ്റ്റ് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് കോസ്റ്റുകൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നോ റെഗുലർ ട്രാൻസ്ഫർ. റെഗുലറായിട്ട് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് അവിടെ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ പ്രോസസ് കോസ്റ്റിംഗ് എന്താണ് ദർ ഈസ് ആൾവേസ് ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഓഫ് വൺ പ്രോസസ് ടു സബ്സീക്വൻറ്റ് പ്രോസസ്സ്. എന്താണ് അവിടെ എപ്പോഴും, അതായത് ആൾവേസ് ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഓഫ് വൺ പ്രോസസ് ടു സബ്സിക്വൻറ്റ് പ്രോസസ്സ്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് കോസ്റ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ജോബ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്. അതിലെന്താണ് ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബിലെയും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കോസ്റ്റ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിലാകുമ്പോൾ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ഫോർ എ പീരിയഡ്. എന്താണ് അവിടെ ഓരോ പ്രോസസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, വർക്ക് ഇൻ പ്രോഗ്രസ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്. എന്താണ് ജോബ് കോസ്റ്റിങ്ങിൽ വർക്കിംഗ് പ്രോഗ്രസ് എന്തല്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ പ്രോസസ് കോസ്റ്റിംഗ് എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓൾവേസ് എക്സിസ്റ്റ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ് എപ്പോഴും അവിടെ എക്സിസ്റ്റ് ആണ്. ദെൻ ജോബ് കോസ്റ്റിങ്ങിൽ ലാസ്റ്റ് വൺ, കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് വെൻ ജോബ് ഈസ് കംപ്ലീറ്റഡ്. ജോബ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യുന്നത് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. പക്ഷേ പ്രോസസ് കോസ്റ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി കോസ്റ്റ് പീരീഡ്. അവിടെ കോസ്റ്റ് പീരീഡിൻ്റെ എൻഡിലാണ് എന്ത് ചെയ്യുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ഇതാണ് പ്രോസസ് കോസ്റ്റിംഗ് ജോബ് കോസ്റ്റിംഗ് തമ്മിൽ ഡിഫറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇവിടെ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ,
ദ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ്. എന്താണ്, നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ദ പ്രോഡക്ട്സ് ആർ ഹോമോജീനിയസ്. എന്താണ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഹെൻസ് ഇറ്റ് ഈസ് ഈസി ടു കമ്പ്യൂട്ട് ആവറേജ് കോസ്റ്റ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ആവറേജ് കോസ്റ്റ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് പോസിബിൾ ടു അസർട്ടൈൻ ദ കോസ്റ്റ് പീരിയോഡിക്കലി അറ്റ് ഷോർട്ട് ഇൻ്റർവൽസ്. എന്താണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു അസർട്ടൈൻ കോസ്റ്റ് പീരിയോഡിക്കലി ആയിട്ട് ഷോർട്ട് ഇൻ്റർവൽസ്. നമുക്ക് എന്താണ്, അവിടെ വരുന്ന കോസ്റ്റ്, ഓരോ പീരിയോഡിക്കലിയും വരുന്ന കോസ്റ്റ് നമുക്ക് ഷോർട്ട് ഇൻ്റർവൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് അവിടെ കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ, ദ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് സിംപ്ലർ ആൻഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റിംഗും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ് കോസ്റ്റിങ്ങിൽ അക്കൗണ്ടിങ് സിസ്റ്റം സിമ്പിളും ആണ്, അതുപോലെ ലെസ് എക്സ്പെൻസീവും ആണ്. ഓക്കെ, ലെസ് എക്സ്പെൻസീവും ആണ്, അതുപോലെ സിമ്പിളും ആണ്. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോസസ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓരോ പ്രോസസ്സിലെയും എഫിഷ്യൻസി മെഷർ ചെയ്യാം. ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസി ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. എന്താണ്, നമുക്ക് പ്രൊഡക്ഷനിൽ ഒരു എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഓരോ പ്രോസസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്, അവിടെ നോക്കുന്നുണ്ട് അല്ലേ, ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റ് നമ്മൾ അവിടെ അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ ഒരു എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിലെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ്. എന്താണ്, അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യാനുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു വാല്യൂ ലോസ്, വേസ്റ്റ്, സ്ക്രാപ്പ് എക്സെട്ര. എന്താണ്, അവിടെ നമുക്ക് ലോസസ്, അതുപോലെ വേസ്റ്റേജസ്, സ്ക്രാപ്പ് ഇതൊക്കെ വാല്യൂ ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ദെൻ തേർഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പോർഷൻ ടോട്ടൽ കോസ്റ്റ് എമംഗ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. എന്താണ്, അവിടെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പോർഷൻ ടോട്ടൽ കോസ്റ്റ്. അവിടെ വരുന്ന ടോട്ടൽ കോസ്റ്റ് ജോയിൻറ്റ് പ്രൊഡക്ട്സിലേക്കും അതുപോലെ ബൈ പ്രൊഡക്ട്സിലേക്കും അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, അതൊരു ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ദെൻ തേർഡ് വൺ, ജോയിൻറ്റ് പ്രൊഡക്ട്സിലേക്കും ബൈ പ്രൊഡക്ട്സിലേക്കും. ദെൻ ഫോർത്ത് വൺ, പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ആവറേജ് കോസ്റ്റ്. പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ആവറേജ് കോസ്റ്റാണ്. ദർ ആർ നോട്ട് ആക്യുറേറ്റ്. അതെന്തല്ല, ആക്യുറേറ്റ് ആയിരിക്കില്ല. നമുക്കൊരു ആവറേജ് കോസ്റ്റാണ് അവിടെ കിട്ടുന്നുള്ളൂ, ഒരു ആക്ച്വൽ കോസ്റ്റ് അവിടെ കിട്ടുന്നത് ഒരു ആവറേജ് കോസ്റ്റാണ് കിട്ടുന്നത്. സോ അതെന്തല്ല, ആക്യുറേറ്റ് അല്ല എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, ദ പ്രോസസ് കോസ്റ്റ് ആർ ഓൺലി ഹിസ്റ്റോറിക്കൽ. പ്രോസസ് കോസ്റ്റ് എന്താണ്, ഹിസ്റ്റോറിക്കലാണ്. ദീസ് ആർ നോട്ട് മച്ച് യൂസ് ഫോർ എഫക്റ്റീവ് കൺട്രോൾ. അതുകൊണ്ട് നമുക്ക് എന്തല്ല, അതിനെ എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അവിടെ, കാരണം ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ് അവിടെ, ഹിസ്റ്റോറിക്കൽ ഉണ്ടാകുന്ന കോസ്റ്റാണ് അവിടെ നമ്മൾ നോക്കുന്നത്. സോ എന്താണ്, അതൊരു എഫക്റ്റീവ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ പറ്റുന്നില്ല. ദ ലാസ്റ്റ് വൺ, വേർ മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കം ഡിഫിക്കൽട്ട്. അവിടെ ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താണ്, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ബിക്കം ഡിഫിക്കൽട്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്രൊസീജിയർ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ഈച്ച് പ്രോസസ്. എന്താണ്, ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യണം. Then second one, besides particulars column, 2 columns are provided on both sides of the process accounts, unit and amount. എന്താണ് പറഞ്ഞത്, നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ, ഓരോ പെർട്ടിക്കുലേഴ്സ് കോളത്തിലും 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യണം. അതായത് യൂണിറ്റ്സ്, അതായത് ക്വാണ്ടിറ്റി കാണിക്കാനും എമൗണ്ട് റുപ്പീസ് കാണിക്കാനും, അങ്ങനെ 2 കോളം എന്ത് ചെയ്യണം. അതായത് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പെർട്ടിക്കുലേഴ്സിൻ്റെ കൂടെ 2 കോളം കൂടെ കാണിക്കണം. അതായത് അതിൽ പറയുന്ന ഒന്ന് ക്വാണ്ടിറ്റിയാണ്, ദെൻ ഒന്നെന്താണ് എമൗണ്ട്, അങ്ങനെ 2 കോളമാണ് നമ്മളവിടെ കാണിക്കേണ്ടത്. ക്വാണ്ടിറ്റി അതായത് പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് എമൗണ്ട്, പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ്സ് എമൗണ്ട്, ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ദെൻ തേർഡ് വൺ, ഓൾ ദ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്സ്. എന്താണ് അവിടെ എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യണം,
ഡെബിറ്റ് ചെയ്യണം. ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്സ്. ദെൻ ഫോർത്ത് വൺ, വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് എക്സെട്ര ആർ റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട്. എന്നാണ് ഇവിടെ വരുന്ന വേസ്റ്റേജ്, അതുപോലെ സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡ്, പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ദെൻ ഫിഫ്ത്ത് വൺ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൽ നമ്മൾ എല്ലാ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ 2 കോളം എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ചെയ്യും. അതിൽ വരുന്ന ബാലൻസ് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടാണ് കാണിക്കേണ്ടത്. ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ പർട്ടിക്കുലർ പ്രോസസ് ഈസ് ട്രാൻസ്ഫർ ടു ദി നെക്സ്റ്റ് പ്രോസസ്സ്. എന്താണ് അതിൽ വരുന്ന ഔട്ട്പുട്ട്, ആ പർട്ടിക്കുലർ പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത്, ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഇൻ എവരി പ്രോസസ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ദി ഔട്ട്പുട്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ എവരി പ്രോസസ് ഈസ് കാൽക്കുലേറ്റ്. അതിൽ വരുന്ന ഓരോ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്യേണ്ടത് ഡിവൈഡിങ് ദ നെറ്റ് കോസ്റ്റ് ബൈ ഔട്ട്പുട്ട്. നെറ്റ് കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റ്. ഓരോ പ്രോസസ്സിലും വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും, ഡിവൈഡിങ് ദി നെറ്റ് കോസ്റ്റ് ബൈ ദി ഔട്ട്പുട്ട്. Then 7th point, the output of last process is transferred to finished stock account. എന്താണ്, ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട്, അതായത് കോസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി, അതിൽ വരുന്ന ലാസ്റ്റ് പ്രോസസ്സിൽ വരുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. Then 8th one, incomplete units at the end of each period in every process is converted in terms of completed units. Incomplete units at the end of the each period. ഓരോ പീരീഡിലും വരുന്ന ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സിന് ഇൻ എവരി പ്രോസസ്സ്, ഓരോ പ്രോസസ്സിലും വരുന്നത് എന്ത് ചെയ്യണം, ഈസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. അതിന് എന്ത് ചെയ്യണം, കംപ്ലീറ്റഡ് യൂണിറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ദീസ് ആർ ദ പ്രൊസീജിയേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിലെ തിയറി പോർഷൻസാണ് ഇവിടെ പറഞ്ഞത്. അത് വായിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിലെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, താങ്ക് യു.